മീനാജിയുടെയും ലാലേട്ടൻ്റെയും കൂടെയുള്ള ഒരുപാട് നല്ല, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുറെ സിംഗപ്പൂർ ഷൂട്ടിന്റെ കവറൊക്കെ വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു അപ്പോഴും വിചാരിച്ചു ഇത് ഓൾറെഡി ഷൂട്ട് ചെയ്ത പടമല്ലേ, ഇനിയിപ്പോ ഞാനെന്താ അത്. അപ്പോഴാണ് വന്നിട്ട് ശശി സാറ് ഇങ്ങനെ, ഇല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇത് പാട്ടുണ്ട്, ഇത് ഫുള്ള് ഈ കുട്ടിയുടെ പാട്ടാണ്. ഞാൻ ചോദിച്ചു എങ്ങനെയാ ദിവ്യ ചേച്ചിയിലേക്ക് വന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു അതൊരു തമിഴ്നടിയാണ് ആലോചിച്ചത്. അവര് ഈ പറഞ്ഞൊരു ഗണേഷ് ചേട്ടൻ്റെ ഒരു റേപ്പ് സീനൊക്കെ ഉള്ളതുകൊണ്ട് അവര് തെറ്റിദ്ധരിച്ചു അത് എങ്ങനെ വരും. ഇത് ഈ കടലോളം വിഷമം മനസ്സിലൊതുക്കി വെച്ചിട്ട് ഒരു കണ്ണടയും വെച്ച് കുറെ വാസലിനും വെച്ചിട്ട് ഗ്ലിസറിനും വെച്ചിട്ട് ആദ്യം തന്നെ ഇങ്ങനെ മറവത്തൂർക്കാൻ പുള്ളിയുടെ ഫസ്റ്റ് പടത്തിൽ ആദ്യം മഞ്ജു ചേച്ചി ആലോചിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ചേച്ചിയിലേക്ക് വരുമ്പോൾ മമ്മൂക്കാൻ്റെ മകളുടെ പ്രായമാണ്, കൂടെ പഠിച്ചതാണ്, അങ്ങനെ ഒരാളെ ഞാനിങ്ങനെ നായികയാക്കുന്നു, മമ്മൂക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലാൽ സാർ പറഞ്ഞപ്പോഴാണ് ഞാനും റിയലൈസ് ചെയ്തത് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ടെന്നുള്ള എനിക്കറിയില്ല. മമ്മൂക്ക അടക്കം ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇതിന്റെ ഈ പടം ഷോൾഡർ ചെയ്തിരിക്കുന്നത്, പടത്തിന്റെ വെയിറ്റ്. ഇറ്റ് വാസ് എ ബിഗ് കോംപ്ലിമെന്റ്. ആക്ച്വലി മമ്മൂക്കയുടെ ആയിരുന്നു പോസ്റ്റർ, എത്രാമത്തെയോ ദിവസത്തെ പോസ്റ്ററിൽ ഹി വാസ് സെയിങ് ദാറ്റ് ഇങ്ങനെ, അതായിരുന്നു നമ്മുടെ പോസ്റ്റർ ഡിസൈൻ. എനിക്ക് ഓർമ്മയുണ്ട് അത് അങ്ങനെയാണ്. ഒത്തിരി സ്വപ്നങ്ങള്, അതും ത്രൂ ഔട്ട് പല ലുക്കില്, പല ഹെയർ സ്റ്റൈൽ, ഡ്രസ് അല്ലേ, അങ്ങനത്തെ. അതുപോലെ പിന്നെ ഫ്രണ്ട്സിലെ പാട്ടാണ് കൈനറ്റിക് ഹോണ്ട കുറച്ചെണ്ണത്തിലൊക്കെ ഓടിച്ചു. അത് ട്രാൻഡ്രം മുഴുവൻ ഓടിച്ചിട്ടുണ്ട്, ആ പടത്തിന് വേണ്ടി ട്രാൻഡ്രം മുഴുവൻ ഓടിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെ പ്രേതങ്ങളിൽ ഒരാളാണ് വിനയനങ്ങളുടെ മനസ്സിൽ തോന്നി നല്ല യക്ഷിയായിരിക്കും. സോ ഒരു മൂവി, നല്ലൊരു മൂവി ചെയ്യാം, ഫുൾ ലെങ്ത് ക്യാരക്ടർ, ശരി യക്ഷിയാണ്, ശരി. ഹായ്, വളരെ ചെറിയ കാലയളവിൽ ചെയ്ത മലയാള സിനിമകളും അതിലെ കഥാപാത്രങ്ങൾ കൊണ്ടും മലയാളികളുടെ മനസ്സിൽ എക്കാലവും സ്ഥാനം പിടിച്ച നടി ദിവ്യ ഉണ്ണിയാണ് എന്ന് എൻ്റെ കൂടെ ഉള്ളത്. ചേച്ചി വെൽക്കം. ഇത്തവണ നാട്ടിൽ വന്നതിലൊരു പുതിയ വിശേഷം കൂടെ ഉണ്ടല്ലേ, മൃദംഗനാഥം. ഡിസംബർ 29 വരുന്ന ഒരു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു ഷോ അല്ലേ. ചേച്ചീനെ പറഞ്ഞു തുടങ്ങും അതിന്റെ ഭാഗമായത് എങ്ങനെ? അതിന്റെ ഭാഗമായതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കോൾ വരുന്നതാണ് ഒരു 7-8 months ബിഫോർ. ഞാൻ ഹ്യൂസ്റ്റണിലാണ്. അപ്പോൾ ഹ്യൂസ്റ്റണിൽ തന്നെയുള്ള പൂർണിമ പിള്ളൈ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പൂർണിമയാണ് എന്നെ ആദ്യമായിട്ട് വിളിച്ചത്. അപ്പോൾ അങ്ങനെ പൂർണിമ വഴി ഈ മൃദംഗ വിഷൻ എന്ന് പറഞ്ഞ ആർട്ട് മാഗസിൻ്റെ CEO മിസ്റ്റർ ഷമീർ, അദ്ദേഹമായിട്ടാണ് ആദ്യമായിട്ട് ഡിസ്കഷൻ നടന്നത്. അപ്പോൾ എനിക്ക് ഒന്ന് ബ്രീഫ് ചെയ്ത് തന്നു, ഇങ്ങനെ ഇതാണ് നമ്മളൊരു ഇവൻറ്റ് പ്ലാൻ ചെയ്യാണ്. ആദ്യത്തെ ബ്രീഫിങ്ങിൽ എനിക്കും ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇതെങ്ങനെയാണ് ഇത് ഇത്രയേറെ ഡാൻസേഴ്സിനെ ഒന്നിച്ച് കൊണ്ടുവരുന്നതും അവരെല്ലാവരും എന്താണ് എന്നുള്ളത്. പക്ഷെ ആദ്യം നമ്മൾ സംസാരിച്ചപ്പോൾ ആ ഒരു എന്താ പറയുക, ഈ ഒരു ലക്ഷ്യം ജനങ്ങളിലേക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ള അതിൻ്റെ ഒരു അംബാസിഡർ ആയിട്ട് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പിന്നീട് അതിൻ്റെ ഗാനങ്ങൾ റെഡിയാകുന്ന സമയത്ത് അതിൻ്റെ കോറിയോഗ്രാഫിയും പിന്നെ അതിനോട് ചേർന്ന് അതിൻ്റെ ഭാഗമാകുവാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഓരോ പടിയിലും അത് പടിപടിയായിട്ട് മൃദംഗനാഥത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും നമ്മളെല്ലാവരും കൂടെ പിന്നീട് യാത്ര ഒന്നിച്ചായിരുന്നു. മൃദംഗ വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മാഗസിനോടൊപ്പം ആർട്ടിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു പ്ലാറ്റ്ഫോം കൂടി ഫോർ ആർട്ടിസ്റ്റ് ടു മീറ്റ് ആൻഡ് എല്ലാ ഇൻഫർമേഷനും അവർക്ക് എത്തിക്കുന്ന, അവരിലേക്ക് എത്തിക്കുന്ന, അവർക്ക് വളരാനായിട്ട് ഉള്ള കാര്യങ്ങൾ നൽകുന്ന ഇൻഫർമേഷൻ ആണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും അതിനെയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മാഗസിൻ്റെ ഒരു ലോഞ്ച് ഇവൻറ്റ് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു വിഷനാണ് ഈ മൃദംഗനാഥം. അതിലേക്ക് അങ്ങനെയാണ് ഞാനും കൂടെ ജോയിൻ ആവുന്നത് ആ മിഷനിലേക്ക്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇതിൽ ഭാഗമായിട്ടുള്ള ഗുരുക്കന്മാരാണ്. നൃത്ത ഗുരുക്കന്മാർ വഴി മാത്രമാണ് നമ്മൾ ആളുകൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. ആ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവരെ ആ ഒരു ജേർണിയിലൂടെ മൃദംഗനാഥത്തിൽ നൃത്തം ചെയ്യുവാനുള്ള പ്രിപ്പറേഷൻ എല്ലാം ചെയ്യുന്നത് ഈ ഗുരുക്കന്മാരാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ഗ്രൂപ്പായിട്ട് അവരെല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാനും എൻ്റെ കുറച്ച് സ്റ്റുഡൻസും വരുന്നുണ്ട് അമേരിക്കയിൽ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ പ്രിപ്പറേഷൻ, അതെല്ലാവരുടെയും ആ ഒരു എനർജി ഒത്തുചേരാൻ പോകുന്നത് on 20. അതുവരെ ഇവിടെ കാണും അല്ലേ, നാട്ടിൽ കാണും. അതെ. നമ്മുടെ സിനിമയുടെ ഒരു ഇതിലേക്ക് പോയാൽ നീ എത്ര തന്നെയിലാണ് തുടങ്ങിയതെങ്കിലും
കല്യാണ സൗഗന്ധികമാണല്ലോ ഒരു നായികയായിട്ട് തുടങ്ങുക എന്ന് പറയുന്നത്. കല്യാണ സൗഗന്ധികം മുല്ലപ്പൂ ആണെങ്കിലും നമുക്ക് ചെമ്പരത്തി പൂവാണോ പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ആ സീനിലേക്ക് വരുന്നതിന്റെ മുന്നേ വിനയൻ സാർ എങ്ങനെയാ അന്ന് വിളിക്കുന്നത്? അന്ന് വളരെ കുട്ടിയായിരുന്നില്ലേ, 15 വയസ്സ് അല്ലേ? അതെ, പക്ഷെ വിനയൻ അങ്കിളിനെ എനിക്ക് അതിന് മുമ്പോട്ടേ അറിയാം. ഞാൻ അങ്കിൾ ദൂരദർശനിൽ ഇനിയൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തു. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അച്ഛനെ അങ്കിളിന് നന്നായിട്ട് അറിയാം. അതിന് ശേഷം ശിപ്പായി ലഹള എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഉത്സവത്തിന്റെ ഒരു രംഗമുണ്ട് അതിൽ, വാണി ചേച്ചി മുകേഷ് ചേട്ടൻ്റെ കൂടെ. അതിന്റെ ഷൂട്ടിങ്ങിന് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലാണ് സെറ്റൊക്കെ ഇട്ട്. ഞാൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഉത്സവം കഴിഞ്ഞല്ലോ, പിന്നെ എന്താ ഉത്സവത്തിന്റെ സെറ്റൊക്കെ, ഉത്സവത്തിന്റെ എല്ലാം അലങ്കാരങ്ങളൊക്കെ അമ്പലത്തിന്. അപ്പോഴാണ് പറഞ്ഞത് ഷൂട്ടിംഗ് ആണ്, വിനയൻ അങ്കിളിന്റെ പടമാണ്. അപ്പൊ അങ്കിൾ എന്നെ അന്നേരം വീണ്ടും കണ്ടപ്പോഴാണ് അച്ഛനോട് പറഞ്ഞ നായികയാക്കാറായല്ലോ, നമുക്ക് നായികയാക്കാം. അങ്ങനെ അന്ന് പറഞ്ഞൊരു വാക്കാണ്. അതിനുശേഷം അടുത്ത സിനിമ കല്യാണ സൗഗന്ധികമാണ് അങ്കിൾ ചെയ്തപ്പോ വിളിച്ചു, ഇങ്ങനെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. ഈ പറഞ്ഞ പോലെ കല്യാണ സൗഗന്ധിക ചെമ്പരത്തിപ്പൂ ഓർമ്മ വരിക എന്ന് പറയുമ്പോൾ ആ സീന് ഇന്നും നമ്മൾ ചിരിക്കും, റിപ്പീറ്റ് കണ്ടാലും അത് ചിരി വരുന്നൊരു. അന്ന് എന്തായിരുന്നു ആ സീൻ ചെയ്യുക? കാരണം ഇത്രയും ആൾക്കാരെ നടുക്കിയതും വെച്ചുകൊണ്ട് പോവുക എളുപ്പമല്ലായിരുന്നു. ചെമ്പരത്തിപ്പൂകള് ഇങ്ങനെ എന്താ പറയാ, എത്ര ഓർഡർ വന്നിട്ടും അത് എല്ലായിടത്തും എന്റെ തലയിൽ ഒരുപാട് സ്പേസ് ആയിരുന്നു. അത് വന്ന പൂക്കൾ മുഴുവൻ എൻ്റെ തലയിൽ വെച്ചിട്ടുണ്ട് എൻ്റെ ഹെയർ ഡ്രസ്സർ. പക്ഷെ അന്ന് വളരെ കൊച്ചാണ്. അപ്പൊ ഇത്ര വലിയൊരു എന്താ പറയോ, ഇത് അസോസിയേറ്റഡ്, ചെമ്പരത്തി അസോസിയേറ്റഡ് വിത്ത് എന്നുള്ള രീതിയിലൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളൊരു കോമഡി സീനിന്റെ പിന്നെ ഞാൻ ജസ്റ്റ് ഒരു പ്രസന്റ് ആയിരുന്നു എന്നേ ഉള്ളൂ. ബാക്കി ഉള്ളവരാണ് അത് കോമിക് ആക്കിയത്. അന്ന് സ്കൂളിലൊക്കെ പോയിട്ടോ ഇതൊക്കെ ചർച്ചയൊക്കെ ഉണ്ടാവും അന്ന് സ്കൂളില്? ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു. അപ്പൊ എല്ലാവരും അതിൽ ഒരുപാട് ഫണ്ണി സീൻസ് ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും ചിരിക്കണം എന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ക്ലൈമാക്സിൽ ലളിത ചേച്ചി മറ്റേ കൊറേ രസങ്ങളുണ്ട് അതില്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് കുറെ ഡെപ്തുള്ള കഥാപാത്രങ്ങളുമാണ്. ഭരതൻ സാറിന്റെ, സിബി സാറിന്റെയും ലോഹി സാറിന്റെ ഒക്കെ അല്ലെ, ചുരമായാലും കാരുണ്യം, നീ വരുവോളം, ഇത്രയും ആ പ്രായത്തില് ഇത്രയും ഭാരിച്ച കഥകൾ മനസ്സിലാക്കി ചെയ്യാൻ എന്തായാലും ബുദ്ധിമുട്ട് കാണുമല്ലോ. അപ്പൊ അന്ന് എങ്ങനെയാ അവര് എന്താ പറയാ ആ ക്യാരക്ടേഴ്സ് ഒക്കെ ആക്കിയെടുത്തത് ചേച്ചിയെ? ആ ഡെപ്തൊക്കെ അറിഞ്ഞ് ചെയ്ത് അങ്ങനെയൊക്കെയാണോ? ഇല്ല, അവർക്ക് തന്നെ അറിയുള്ളൂ. ആക്ച്വലി അതാണ് അവരുടെ മാജിക്, അവരുടെ ഗ്രേറ്റ്നെസ്. നമുക്കൊന്നും അറിഞ്ഞിട്ടും ഒന്നുമല്ല, നമ്മളിങ്ങനെ അവരുടെ ഡയറക്ഷനിൽ നമ്മൾ പറഞ്ഞു പോയി എന്നുള്ളത് തന്നെയാണ്. പിന്നെ സ്ക്രിപ്റ്റ് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ഇമോഷൻ നമ്മളിലേക്ക് എത്തിച്ചു. അവർ പറഞ്ഞതനുസരിച്ച്, അല്ലാണ്ട് അതിപ്പോൾ അതിന്റെ മെത്തേഡ് എന്തായിരുന്നു അതിലേക്ക് ഉൾക്കൊള്ളാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവൊന്നും ഇല്ല. കാരണം ഈ പറഞ്ഞതുപോലെ വളരെ ചെറിയ പ്രായത്തില് ആണ്. പിന്നെ നമ്മൾ അന്നേരം പറഞ്ഞത് ചെയ്തു, അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് അറിയുന്നുണ്ടാവില്ല അല്ലെ ഇവരിത്ര വലിയ മനുഷ്യനാണ് അല്ലെങ്കിൽ? ഇല്ല, അവരുടെ മഹത്വം അറിയാം. പക്ഷെ കാരണം എല്ലാ സിനിമകളും വീട്ടിൽ നിന്ന് കാണിക്കുമായിരുന്നു. ലൈക്ക് നമ്മളെല്ലാം സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലോഹി അങ്കിളിന്റെ ആണെങ്കിലും ഭരതൻ സാറിന്റെ ആണെങ്കിലും സിബി സാറിന്റെ ആണെങ്കിലും ഒക്കെ. എന്റെയൊക്കെ ഒരു 4, 5, 6, 7ാം ക്ലാസ്സിലാണ് ഭരതം, ദശരഥം, കമലദളം അതെല്ലാം വരുന്നത്. വാത്സല്യം, ലോഹിസൺ. സോ ഇതെല്ലാം നമ്മളൊന്നും കാണാനൊന്നും, അതൊക്കെ ഉണ്ട്. ഇത് ആരൊക്കെയാണെന്നൊക്കെ അറിയാം, അവരുടെ മഹത്വവും ഒക്കെ അറിയാം. പക്ഷെ ഈ ക്യാരക്ടറിന്റെ ഡെപ്ത് ഒക്കെ അവരുടെ തന്നെ കഴിവാണ്, നമ്മളായിട്ടൊന്നും ചെയ്തതല്ല. പിന്നെ എനിക്ക് 97 ലാസ്റ്റ്, ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് വർണ്ണപ്പകിട്ട് വരുന്നത്. ഇപ്പം ബാബു ജനാർദ്ദൻ സാറിനോട് ഞാൻ ഒരു 1.5 വർഷം മുമ്പ് സംസാരിച്ചപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാ ദിവ്യ ചേച്ചിയിലേക്ക് വന്നത്. അപ്പം എന്നോട് പറഞ്ഞു അതൊരു തമിഴ് നടിയാണ് ആലോചിച്ചത്. അവർ ഈ പറഞ്ഞൊരു ഗണേഷ് ചേട്ടൻ്റെ ഒരു റേപ്പ് സീനൊക്കെ ഉള്ളതുകൊണ്ട് അവർ തെറ്റിദ്ധരിച്ചു അതെങ്ങനെ വരും. പിന്നെ മാഗസിനിൽ കണ്ടപ്പോൾ വിനയൻ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുട്ടിയാന്ന് പറഞ്ഞാൽ IV ശശി സാറിന് കാണിച്ചു. ശശി സാർ പറഞ്ഞു ശ്രീദേവിയെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു വന്ന്. അങ്ങനെ ചേച്ചിയുടെ അമ്മ ടീച്ചർ ആയതുകൊണ്ടും ബാബു സാർ ടീച്ചർ ആയതുകൊണ്ടും അവര് കുറെ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്യിച്ചു. എന്നിട്ട് വന്നിട്ട് വിറച്ച് നിൽക്കുമായിരുന്നു ദിവ്യ എന്ന് പറഞ്ഞു. അല്ല, കാരണം
നമ്മളിങ്ങനെ ഈ കളിച്ച് ചിരിച്ച് എന്റെ അന്നത്തെ പ്രായത്തിനോട് കുറച്ചെങ്കിലും സാമ്യമുള്ള ഒരു റോളായിരുന്നല്ലോ കല്യാണ സൗന്ദര്യത്തിലെ ക്യാരക്ടറിന്റെ ഏജ് വൈസ്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് കടലോളം വിഷമം മനസ്സിലൊതുക്കി വെച്ചിട്ട് ഒരു കണ്ണടയും വെച്ച് കുറെ വാസലിനും വെച്ചിട്ട് ഗ്ലിസറിനും വെച്ചിട്ട് ആദ്യം തന്നെ ഇങ്ങനെ, അപ്പൊ നമുക്കത് നമ്മൾ ചെയ്യണത് ശരിയാവണുണ്ടോ എന്നുള്ളത് ഒന്ന്. പിന്നെ ഇത്രയും പേര്, പിന്നെ ശശി സാറ് വളരെ സ്ട്രിക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ, അപ്പം സാറ് എന്താ പറയുക ദേഷ്യപ്പെടുവോ എന്നുള്ളത്. പിന്നെ ലാലേട്ടൻ്റെയും ഞാന് നമ്മള് സിനിമകളിലേ കണ്ടിട്ടുള്ളൂ, നമ്മൾ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ഇനി നമ്മളായിട്ടൊരു റീടേക്ക് വന്നാൽ ഇനി അത് മാത്രല്ല ഹെവി ക്രൗഡുള്ള സീൻസ് ആണ്. അപ്പോ ശ്മശാനത്തിലെ സീൻ, പാട്ട് പള്ളിയിൽ പാടുന്ന സീൻ, എല്ലാത്തിലും നിറച്ച ആളുകളാണ്. എന്നിട്ട് വലിയ ആളുകളാണ്, മധു സാർ അടക്കം എല്ലാവരും വലിയ ആളുകളാണ്. അപ്പൊ നമ്മൾ കാരണം അയ്യോ റീടേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ആ കോൺഫിഡൻസ് ആയി വരുന്നത്. അപ്പൊ അതിന്റെ വിറയലായിരുന്നു. അതെ, പാട്ടൊക്കെ കേൾപ്പിച്ചിട്ടാണ്, ആദ്യം തന്നെ പാട്ടൊക്കെ കേൾപ്പിച്ചിട്ടാണ് ആയത് എന്ന് പറഞ്ഞു. കാരണം നമ്മള് അത് നമുക്ക് ഒരുപാട് ഇങ്ങനെ അഡ്വൈസസ് വരുമല്ലോ. അപ്പൊ ആദ്യത്തെ സിനിമ കഴിഞ്ഞു, സെക്കൻഡ് മൂവി കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്യണം. ഒരുപാട് പേര് ഒരുപാട് ഓഫേഴ്സ് വരും, ബട്ട് അത് സെക്കൻഡ് മൂവിയാണ് ഫസ്റ്റിനെക്കാളും ക്രൂഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു ഓഫർ വന്നപ്പോ നമ്മൾ അതിന്റെ പ്രൊമോഷനൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മീനാജിയുടെയും ലാലേട്ടൻ്റെയും കൂടെയുള്ള ഒരുപാട് നല്ല, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുറെ സിംഗപ്പൂർ ഷൂട്ടിന്റെ കവറൊക്കെ വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതൊരു വേറെ സ്കെഡ്യൂളായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഓൾറെഡി ഷൂട്ട് ചെയ്ത പടമല്ലേ, ഇനിയിപ്പോ ഞാനെന്താ അത് ഒരു സീനോ അങ്ങനെ എന്തെങ്കിലും ആണോ. അപ്പൊ അമ്മയും അച്ഛനും ഒക്കെ അങ്ങനെ തന്നെ വിചാരിച്ചു. അപ്പോഴാണ് വന്നിട്ട് ശശി സാറ് ഇങ്ങനെ, ഇല്ല നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല, ഇത് പാട്ടുണ്ട്, ഇത് ഫുള്ള് ഈ കുട്ടിയുടെ പാട്ടാണ് എന്നൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ കേൾപ്പിച്ചു. അപ്പോഴാണ് നമ്മള് ഇത്രയും വലിയൊരു ഡയറക്ടർ വീട്ടില് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ നമ്മള് ആ സീനൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശരിക്കും? കാരണം ആ പ്രായത്തിലല്ലേ ചെയ്യണേ, ഒരു ലാസ്റ്റിലേക്കുള്ള ആ ഒരു അതില് എന്താ ഒരുപാട് ഹെവി സീൻസ് ഉണ്ടായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് വാസ് സോ സ്ട്രോങ് ദാറ്റ് ആ ഡയലോഗ് ഡെലിവറിയിൽ തന്നെ ആ പകുതി ഇമോഷൻ വാസ് കമ്മിങ്. പിന്നെ വളരെ ക്ലീൻ ആയിട്ടും എന്താ പറയാ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു സാറിന്റെ. ഇപ്പോൾ എന്ത് സീൻ, ഇപ്പോൾ ഒരു ഇങ്ങനെ സ്ട്രഗിൾ വരുന്ന സീനാണെങ്കിലും അദ്ദേഹം അതൊരു കോറിയോഗ്രാഫി ചെയ്ത് തരും. അപ്പോൾ വരുന്നു, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ പോയി വീഴുക, അവിടെ നിന്ന് ഇവിടെ ബ്ലഡ് ഇട്ടിട്ട് പിന്നെ അടുത്ത ഷോട്ട് എന്നൊക്കെ പറഞ്ഞ് ഫുൾ നമുക്ക് നറേറ്റ് ചെയ്ത് തരുമ്പോൾ ഇറ്റ് വാസ് ജസ്റ്റ് അബൌട്ട് ഫോളോയിങ് ഹിസ് ഇൻസ്ട്രക്ഷൻസ്. അതിലെ പിന്നെ ഓർമ്മ വരുന്നത് ലാലേട്ടനോട് ജാഥയിൽ എന്നെ മാത്രം എങ്ങനെയാ തിരിച്ചറിഞ്ഞെന്ന് നാടൻ കൊണ്ട് പിന്നെ അതെ അതൊക്കെ വളരെ കാഷ്വൽ ആയിട്ട് എടുത്താണ് ഇപ്പൊ. പക്ഷെ ജനങ്ങൾക്ക് അത് റിപ്പീറ്റ് കാണുമ്പോൾ എന്തോ ഒരു ഭംഗിയാ സീനുണ്ട്. അതുപോലെയാണ് ലാൽ ജോസ് സാർ പറഞ്ഞ ഒരു ഇത് ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ വൈറലാവുന്നുണ്ട്. അതായത് മറവത്തൂർ കനവ് പുള്ളിയുടെ ഫസ്റ്റ് പടത്തില് ആദ്യം മഞ്ജു ചേച്ചി ആലോചിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ചേച്ചിയിലേക്ക് വരുമ്പോൾ മമ്മൂക്കാന്റെ മകളുടെ പ്രായമാണ്, കൂടെ പഠിച്ചതാണ്, അങ്ങനെ ഒരാളെ ഞാനിങ്ങനെ നായികയാക്കുന്നു, മമ്മൂക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരിക്കും അതിൽ നായികയായി വരുമ്പോഴോ ഈ പറഞ്ഞ പോലെ മമ്മൂക്കാന്റെ നായികയാണ്. അത് എന്താ പറയാ, പെട്ടെന്ന് ഒരു ദിവസം വന്ന ഒരു മൂവിയാണ്. ലൈക്ക് നമ്മള് വിചാരിച്ചിരിക്കാണ്ട് അങ്ങനെ ഒരു ഡിസ്കഷൻ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വന്നതാണ്. സിയാദ് അങ്കിളിന്റെ വിളി വന്നതാണ്. അങ്ങനെ എന്താ പറയാ, ക്യാരക്ടറിന് തന്നെ അങ്ങനെ ഒരു ഏജ് ഡിഫറൻസ് ഉള്ള ക്യാരക്ടേഴ്സും ഇവര് ഭയങ്കര എത്തിയെതിർത്ത് സംസാരിക്കുകയും ഇദ്ദേഹം അഡ്വൈസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഓൾറെഡി അത് അങ്ങനെയായിരുന്നു. ലാൽ സാർ പറഞ്ഞപ്പോഴാണ് ഞാനും റിയലൈസ് ചെയ്തത് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ടെന്നുള്ള എനിക്ക് അറിയില്ല. അനിയും ചാണ്ടിയും അത് വേറെ തന്നെ ഒരു ബാക്ക്ഡ്രോപ്പ് ആണ്. പിന്നെ അത് ഐ തിങ്ക് ആളുകൾക്ക് അത് നല്ല റിസപ്ഷൻ ആണ് അതിന് കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ട്രൂത്തിലാ വരുന്നത് അല്ലേ മമ്മൂക്കാന്റെ? ഇല്ല, ട്രൂത്ത് ആണ് ആദ്യം ചെയ്തത്, അതിനുശേഷമാണ് മറവത്തൂർ കനവ്. അതില് എനിക്ക് ഒരു ഇന്റർവെല്ലിന് നടന്നു വരുന്ന സ്ലോ മോഷനിൽ ഇവരുടെ കൂടെ നടന്നു വരുന്ന സീൻ ഓർക്കുണ്ടോ? SITന്റെ ഭാഗമായിട്ട് അന്ന് നമുക്ക് മറ്റേ കുറച്ച് സീരിയസ്നെസ് ഒക്കെ വെക്കണല്ലോ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒക്കെ അല്ലേ? അതെ. പക്ഷെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചോണ്ടും ഇരിക്കായിരുന്നു. 10ാം ക്ലാസ്സിന്റെ ആയിരുന്നു അത്. അതെ. അപ്പോ
യാ അത് അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മമ്മൂക്കയുടെ ആ ഒരു ടിപ്പിക്കൽ ഡയലോഗ് ഡെലിവറിയും ആ ചാർജ് ആയിട്ടുള്ള അതൊക്കെ കാണാനൊക്കെ നമ്മൾ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ തീപ്പൊരി ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പുറത്ത് വാണിച്ചേച്ചി, അപ്പം നമുക്ക് ആ കാലത്ത് മുഴുവൻ വാണിച്ചേച്ചിയാണല്ലോ അതെ ഇങ്ങനത്തെ. അതെ അതെ ഇങ്ങനത്തെ അപ്പൊ ഏകദേശം അതുപോലെ തന്നെ ചെയ്യാനും യൂണിഫോം ഇല്ലാന്നേ ഉള്ളൂ. യൂണിഫോം ഇല്ലാതെ ഉള്ളൂ. പിന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്താ സാരി ആണെങ്കിൽ തന്നെ വേറൊരു ലുക്കില് വളരെ പിന്നെ അങ്ങനത്തെ ജീൻസും ടീഷർട്സും ഒക്കെ ആണെങ്കിലും അല്ലെ വേറൊരു ആറ്റിറ്റ്യൂഡ്. അത് നല്ല രസമായിരുന്നു ആ ഒരു പടം കാണാൻ. പിന്നെ പ്രണയവർണ്ണങ്ങളാണ് ഇപ്പൊ എപ്പോഴും എല്ലാവരും ഓർത്ത് മായേനെയും ആരതീനെയും പറയും. ഞങ്ങളിപ്പം ബിജുചേട്ടനെ വീട്ടിയുമ്പോഴൊക്കെ വിക്ടറിനെ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം അത്രയും പുതിയ, എനിക്ക് തോന്നുന്നു 2K കിഡ്സിന് പോലും ഭയങ്കര ഇഷ്ടമാണ് വിക്ടറിനെ എന്ന് തോന്നാറുണ്ട് ഈ ഇൻസ്റ്റയിൽ കാണുന്ന സമയത്ത്. പക്ഷെ അന്ന് അങ്ങനെ ഒരു 2 നായികമാര് വരിക, അതിലൊരാൾക്കൊരു നെഗറ്റീവ് ഷെയ്ഡ് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ക്യാരക്ടർ എടുക്കുന്ന അന്നത്തെ ഒരു ചിന്താഗതി അങ്ങനെയാണല്ലോ. കാരണം നെഗറ്റീവ് എടുക്കുമ്പോൾ പ്രേക്ഷകർക്ക് നമ്മളോട് ഒത്തിരി ഇഷ്ടം കുറയും. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അന്ന് എടുക്കുമ്പോൾ? ഇല്ല അത്രയ്ക്കൊന്നുമുള്ള ഡെപ്ത് ചിന്തയൊന്നും ഒരിക്കലും അതിനൊന്നുമുള്ള. നമ്മൾ ആ സിബി മലയിൽ എന്നുള്ള പേരിൽ തന്നെ നമ്മള് അതിലേക്ക് മേലേക്ക് ചിന്തകളൊന്നും ഇല്ല. സിബി സാറിന്റെ കൂടെ എന്നുള്ളതിന് മേലേക്ക് ചിന്തകൾ ഒന്നുമില്ല. സാറ് പറഞ്ഞു ഇത് വേറൊരു ഡിഫറെന്റ് ലുക്കാണ്, ഗെറ്റപ്പ് വേറെയാണ്, കുറച്ചും കൂടെ അന്നൊക്കെ ഉപയോഗിക്കണ വാക്ക് സ്മാർട്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ്, കുറച്ചും കൂടെ സ്മാർട്ടാണ്. ഈവൻ ഔട്ട് സ്പോക്കൺ എന്നുള്ള വാക്ക് പോലും അവർ ഉപയോഗിക്കാറില്ല. പിന്നെ ചിലപ്പോൾ വികൃതിയാണ് എന്ന് പറയും അങ്ങനെ. പക്ഷെ അതിനൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ബിക്കോസ് ഇൻ ദി എൻഡ് അതൊരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് അവസാനിക്കുന്നത്. അങ്ങനെയാണ്. അതെ അതെ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ദേഷ്യം വരും കുട്ടിയെ. പക്ഷെ അത് നമ്മൾ രണ്ടുപേരും തന്നെയാണ് അതിന്റെ സീൻസ് ഷോൾഡർ ചെയ്തേ എന്നുള്ളത് ഒരു വലിയ അഭിനന്ദിക്കുന്ന ഫാക്റ്റായിട്ട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു നമ്മളോട്. ശരിക്കും ഫീമെയിൽ സെന്റർ മമ്മൂക്കയടക്കം ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിരുന്നു. നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇതിന്റെ ഈ പടം ഷോൾഡർ ചെയ്തിരിക്കുന്നത്, പടത്തിന്റെ വെയിറ്റ്. ഇറ്റ് വാസ് എ ബിഗ് കോംപ്ലിമെന്റ്. ആക്ച്വലി മമ്മൂക്കയുടെ ആയിരുന്നു പോസ്റ്റർ. എത്രാമത്തെയോ ദിവസത്തെ പോസ്റ്ററിൽ he was saying that ഇങ്ങനെ അതായിരുന്നു നമ്മുടെ പോസ്റ്റർ ഡിസൈൻ. എനിക്ക് ഓർമ്മയുണ്ട് അത് അങ്ങനെയായിരുന്നു. ഭയങ്കര മൊമെന്റ് അല്ലേ? തീർച്ചയായിട്ടും. ഒത്തിരി സ്വപ്നങ്ങള്, അതും ത്രൂ ഔട്ട് പല ലുക്കില്, പല ഹെയർ സ്റ്റൈൽ, ഡ്രസ് അല്ലേ, അങ്ങനത്തെ. അതുപോലെ പിന്നെ ഫ്രണ്ട്സിലെ പാട്ടാണ്, പൊന്നാരപ്പൂവിൽ പാട്ട്. അങ്ങനെ ഇന്ന് അങ്ങനത്തെ പാട്ടുകളില്ലേ? എനിക്ക് ഐശ്വര്യലക്ഷ്മി കുമാരി ചെയ്തപ്പോ എത്രയോ കാലത്തിന്റെ ശേഷം അങ്ങനെ ഒന്ന് നമ്മൾ കാണുന്നത്. അന്ന് അങ്ങനത്തെ പാട്ട് എടുക്കുന്നതിന്റെ ഒരു മെമ്മറി എന്താ? അന്ന് ട്രിവാൻഡ്രത്താണ് എടുക്കാറ്. അത് രാവിലെയാണ് എടുത്തോണ്ടിരുന്നത്. എവറി ഡേ കുറച്ച് വണ്ടി ഓടിക്കും, കുറച്ച് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്നിട്ടുള്ള ഷോർട്സ്, വൈകുന്നേരങ്ങളിൽ കുറച്ച് ബീച്ചിലെ ഷോർട്സ്, അങ്ങനെ എടുത്തതാണ് ആ പാട്ട്. കൈനറ്റിക് ഹോണ്ട കുറച്ചെണ്ണത്തിലൊക്കെ ഓടിച്ചു. അത് ട്രിവാൻഡ്രം മുഴുവൻ ഓടിച്ചിട്ടുണ്ട്. ആ പടത്തിന് വേണ്ടി ട്രിവാൻഡ്രം മുഴുവൻ ഓടിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ ഹെയറിന്റെയും എന്തൊക്കെയോ മൾട്ടിപ്പിൾ സ്റ്റൈൽസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് അന്ന് അങ്ങനെയാണല്ലോ പാട്ടില്, ഷോർട്ടും ലോങ്ങും ഒക്കെ ഒരേ പാട്ടിൽ തന്നെ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ? പക്ഷെ അന്നത്തെ ഒരു അതിപ്പോ ആലോചിക്കുമ്പോ ഒരു കൗതുകം. അത് ഈ കൈനറ്റിക് ഹോണ്ട പറഞ്ഞപ്പോ ചാന്ദിനി ചേച്ചി ഏതോ ഒരു ഷോയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടാ, നിങ്ങള് അതിലേറ്റവും ഹോണ്ട ഓടിക്കാൻ അറിയുന്ന ആളായിരുന്നു, സ്നാക്സ് ഒക്കെ കഴിക്കാൻ പോവാൻ. എനിക്കൊരു സണ്ണി ഉണ്ടായിരുന്നു, ഹോണ്ട ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു എന്താ പറയാ അതിന് സണ്ണി എന്നാണ് അതിന് പറയാ. ആ വണ്ടി ഒരു ചുമന്ന സണ്ണി ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എന്റെ ഡാൻസ് ക്ലാസ്സുകൾക്കും അതിനൊക്കെ പോവാറുണ്ട്. അന്ന് നിങ്ങൾ എന്തോ സ്നാക്ക് കഴിക്കാൻ പോവാനും കറങ്ങാൻ പോവാനും മുൻപന്തിയിൽ ചേച്ചിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുറത്തുനിന്ന് ഒരുപാടൊന്നും കഴിക്കാനൊന്നും സമ്മതിക്കില്ല. എന്നാലും പക്ഷെ ഇതില് ഒരു യാത്ര ഞാൻ എല്ലാത്തിനും ഇങ്ങനെ എനിക്ക് വണ്ടി ഉണ്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഫ്രണ്ട്സിലെ റോളും കുറച്ചൊന്ന് ഈ ടൈപ്പ് ഒരു ക്യാരക്ടർ തന്നെയല്ലേ? ഒരു വേദിയിൽ നിങ്ങൾ മുകേഷ് ഏട്ടൻ കളിയാക്കി പറഞ്ഞിരുന്നത് അതില് ഒരു കിസിംഗ് സീനിനെയൊക്കെ തമാശയൊക്കെ പുള്ളി പറഞ്ഞു, ഇന്നത്തെ പോലെ എല്ലാത്തിനും ഒരു കഥ ഉണ്ടാക്കാൻ അറിയാലോ. പക്ഷെ അതില് ഭയങ്കര ബോൾഡാ, കാരണം ഇവരെ അടുത്താണ് മുകേഷ് ഏട്ടൻ. നമ്മളല്ലാട്ടോ അതൊക്കെ സ്ക്രിപ്റ്റ് ന്റെ ശക്തിയാണ്. നമ്മള് ബോൾഡൊന്നുമല്ല. നമ്മള് സിദ്ദിഖ് സാറ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന്റെ ആ സ്ക്രിപ്റ്റിന്റെയും അതെടുക്കണതിന്റെയും ഒക്കെ. ഇപ്പൊ NRI അമ്മയാണ്
മൂന്ന് മക്കൾ. അതൊരു പുതിയ ടൈറ്റിൽ. അതെ അതെ കാരണം നമ്മൾ NRI ആണെന്നുള്ളതിലപ്പുറം മക്കളിപ്പം സെലിബ്രിറ്റി കിഡ്സും കൂടി അവര് അവിടെ അങ്ങനെയല്ലെങ്കിൽ ഇവിടെ. അപ്പോൾ ശരിക്കും അത് നമുക്ക് രണ്ട് സ്ഥലത്ത് നമ്മളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുമ്പോഴേ ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഇവർ അവിടെ അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ അല്ല ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അവർ ബിഹേവ് ചെയ്യുന്നതിനെ ചിലപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആട്ടോ ഇവിടെ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യണേ? ഇല്ല, അങ്ങനെ വലിയ കൺട്രോളിങ്ങും മാനേജിങ്ങും ഒന്നും വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അവർ തന്നെ അവർക്ക് കാണുമ്പോൾ അറിയാം. രാജ്യം മാറുന്നു എന്നേ ഉള്ളൂ. അവിടെയും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. പെർഫോമൻസസിന് പോകുമ്പോഴും ആളുകളുടെ ഫീഡ്ബാക്കും വരുന്നതും, ഈവൻ നമ്മുടെ സ്കൂളിൻ്റെ തന്നെ പരിപാടികൾക്ക് ആളുകൾ വന്ന് ഫീഡ്ബാക്ക് തരുന്നതും അല്ലെങ്കിൽ ഫോട്ടോ കൊടുക്കുന്നതും ഹലോ പറയുന്നതും ഒക്കെ കണ്ടിട്ടാണല്ലോ. ഇത് ഡേ 1 തൊട്ട് ഇവർ കാണുന്നതാണ്. അപ്പൊ അവർക്ക് അത് അത്ര വലിയൊരു ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഇതൊന്നും അല്ല, അവർക്ക് അറിയാം. ചേച്ചി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർക്കുന്നത്, ഇപ്പൊ ഇങ്ങനെ എല്ലാരും വീഡിയോ എടുക്കില്ലേ അമ്പലത്തിലൊക്കെ പോകുമ്പോ, അപ്പൊ ഞാൻ തന്നെ പറയും അയച്ചു തരൂ. കാരണം അറ്റൻഷൻ കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴും എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷെ നമ്മളിപ്പോ ഓർത്താ 1-2 പടം ചെയ്ത പലർക്കും ഈ അറ്റൻഷൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്. പ്രൈവസി പ്രശ്നമാണ് എന്നൊക്കെ കുറേ പേര് പറയും. അപ്പം ഇത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ഇല്ലാത്ത കാലത്തൊരു സ്റ്റാർഡം ഉണ്ടായിരുന്ന ഒരാൾ ഇന്ന് ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കൗതുകത്തോടെയാണ് കാണുന്നത്. കാരണം നമ്മുടെ പ്രൈവസി ഒന്നും അതിൽ പ്രശ്നം വരുന്നില്ല എന്നും. ഇല്ല, പ്രൈവസിക്ക് ഒന്നും പ്രശ്നം വരുന്നില്ല. പിന്നെ ഞാന് ഇപ്പൊ മക്കളൊക്കെ ഉണ്ടായിട്ടേ ഗുരുവായൂരൊക്കെ ആണെങ്കിലും ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് നമ്മൾ അറിയാണ്ട് നമ്മൾ നടക്കുകയായിരിക്കും അവരുടെ കൂടെ വർത്താനം. പക്ഷെ അത് ആരൊക്കെയോ ക്യാപ്ചർ ചെയ്ത് ഇങ്ങനെ അയച്ചു തരും. പക്ഷെ നമുക്ക് ഇവരുടെ ചൈൽഡ്ഹുഡ് ആണല്ലോ അത്. അപ്പൊ നമ്മളുടെ ആൽബത്തിലേക്കും മെമ്മറീസിലേക്കുമാണ് ഇത് സേവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം അവരും അവിടെ തൊഴാൻ വന്നേക്കണതാ. അപ്പൊ നാച്ചുറലി അവർക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെയും കൊച്ചിന്റെ ഒരു ഫോട്ടോ എടുത്ത് തരണം എന്ന്, അത് എടുത്തിട്ട് വെറുതെ അവരായിട്ട് 4 പേർക്ക് കാണിക്കലല്ലോ, അവര് നമ്മളിലേക്ക് എത്തിച്ചു തന്നില്ലേ. സോ ഡെഫിനറ്റ്ലി അതിനൊരാളൊരു സമയം എടുക്കണ്ടല്ലോ. അപ്പൊ അതിലെനിക്ക് സന്തോഷമാണ്. കാരണം എനിക്കിങ്ങനെ മെമ്മറീസ് കളക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അതിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പുതിയ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനമായിട്ടായിരിക്കും നമ്മളിപ്പോൾ അതിന് ഒന്ന് വീഡിയോ എടുത്ത് അതൊന്ന് ഡോക്യുമെന്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിന് തന്നെ നമുക്ക് അറേഞ്ച്മെന്റ് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾ തന്നെ ആയിരിക്കും, നമ്മൾ ഈ ക്രിയേഷൻ സോണിലായിരിക്കും ചിലപ്പോൾ. അപ്പൊ പെട്ടെന്ന് അയ്യോ ഇത് ഇനി എന്താ ഞാൻ ഇവിടെ ചെയ്തതെന്ന് ഇരിക്കുമ്പോഴായിരിക്കും ചേച്ചി ഡാൻസ് കണ്ടു കേട്ടോ, അതെ ഇത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വരും. അപ്പൊ അയ്യോ ഇത് പിന്നെ അതിന്നായിരിക്കും നമ്മുടെ അടുത്ത ഡെവലപ്മെന്റ്. സോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ആളുകളുള്ളപ്പോ നമുക്കത് സന്തോഷമാണ്. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇത് പറഞ്ഞു വീഡിയോ പറഞ്ഞു, ഇപ്പൊ കല്യാണ വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് ബ്രദർ സിസ്റ്റർ വന്നാൽ ഇത്ര വർഷമായിട്ടും വെണ്ണിലാ കൊമ്പിലെ രാപ്പാടി പപ്പ അല്ലേ പപ്പ, അതും ഈ പറഞ്ഞ റിപ്പീറ്റ് നമുക്കറിയാം സീൻ ഇതാണെന്നും ഒക്കെ അറിഞ്ഞാലും നമ്മൾ റിപ്പീറ്റ് കാണുന്ന ഒരു ഇതായിരുന്നു. ലാലേട്ടൻ്റെ കൂടെ വർണ്ണപ്പയിട്ട് കഴിഞ്ഞ് അങ്ങനെ ഒരു ബോണ്ട് എങ്ങനെയാ അതില് വന്നേ? അതും സിബി സാറിന്റെ പടം. അത് സിബി സാറിന്റെ പടമാണ്. അത് സിബി സാർ മാജിക് ആണത്. അദ്ദേഹത്തിന്റെ സിനിമകളിലെ ആ ഒരു ബന്ധങ്ങളുടെ ശക്തി ഭയങ്കരമാണല്ലോ. നമ്മുടെ എല്ലാ പടവും ഭരതാണെങ്കിലും ദശരഥാണെങ്കിലും ഒക്കെ നമ്മളെ പിഴിഞ്ഞ് എടുക്കുന്ന പടങ്ങളാണല്ലോ നമ്മുടെ മനസ്സിന്. അപ്പൊ അതിന്റെ പിന്നെ രഞ്ജിത്ത് സാറിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു നമ്മളൊന്നും ചെയ്തിട്ടില്ല, ലാലേട്ടന്റെ മാജിക് ആണ്. നമ്മൾ ആ സമയത്ത് എന്താ പറയാ, റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈമിൽ ഉണ്ടായി, ദൈവം അനുഗ്രഹിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഈ പറഞ്ഞ ഒരു പെറ്റായിരുന്ന സിസ്റ്റർ പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലേക്ക് ചെല്ലുക, അതും ഈ പറഞ്ഞ ഡെപ്ത് ഉള്ള ഒരു റോൾ തന്നെയായിരുന്നു അല്ലേ? ഒരു ഏട്ടനനിയത്തി ബന്ധം ഓർക്കുമ്പോ സിനിമകളിൽ നമ്മൾ ഓർക്കുന്ന ഒരു റോളും കൂടി അതും മഞ്ജു ചേച്ചി ചെയ്യാനിരുന്നതായിരുന്നു. വീണ്ടും അതേപോലെ തന്നെ സിബിന്റെ പടത്തിൽ ജയറാമേട്ടന്റെ കൂടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നായകനായി അല്ലേ? ജയറാമേട്ടൻ തന്നെയല്ലേ വന്നിട്ടുണ്ട്. കഥാനായകനൊക്കെ എത്ര അവിടെ ഞാൻ മോഹൻ സിത്താര സാറിനോട് ചോദിക്കായിരുന്നു, ബഹുത്തച്ച അതൊക്കെ ഒന്നേ ഉള്ളൂ അല്ലേ? അങ്ങനെ ഒരു പാട്ടും അതിലൊരു പ്രത്യേകത, ഒരു വീട്ടിൽ ഇത്രയധികം ആൾക്കാർ, അപ്പൊ നിങ്ങൾ തന്നെ ഈ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുക ഒരു വീട്ടില്, അതിന്റെയൊക്കെ ഒരു മെമ്മറി. ഡിസിപ്ലിൻ അത് രാവിലെ തലേ ദിവസം തന്നെ നമ്മളോട് പറയും ഇത്ര മണിക്ക് ആണ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഈ സീൻ തീർന്നിരിക്കണം. സോ
ബ്രേക്ക്ഫാസ്റ്റ് മുമ്പ് ഈ സീൻ തീർന്നിരിക്കണം എന്ന് പറഞ്ഞാൽ ആ സീനിൽ 10 ആർട്ടിസ്റ്റുകൾ, എല്ലാ സീനിലും മിനിമം ഒരു 5 ആർട്ടിസ്റ്റുകളും ഉണ്ട്. സോ അത്രയും പേര് അതിനുള്ളിൽ റെഡി ആയിരിക്കണം, ഇല്ലെങ്കിൽ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് വൈകും. അതിനുശേഷം ലഞ്ച്. പക്ഷേ ഒരു തവണ പോലും ആരും ലേറ്റ് ആവുമോ അല്ലെങ്കിൽ ഡിലേ ആയിട്ട് ഷൂട്ടിംഗ് തടസ്സപ്പെടുമോ അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും വളരെ പങ്ക്ച്വലായിട്ട്, ഇത്ര ആർട്ടിസ്റ്റുകളാണ്, ആർട്ടിസ്റ്റുകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട് അതില്, എല്ലാവരുടെയും എത്രയോ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ. ഇവരെല്ലാവരും മേക്കപ്പ്, ഒരാൾ ഫൗണ്ടേഷൻ, അടുത്ത ഐ ഷാഡോ, അടുത്ത ആൾ കണ്ണെഴുതും, പിന്നെ ഹെയർ ചെയ്യും. ഇതിങ്ങനെ നമ്മളൊരു എന്താ പറയുക, ഈ അസംബ്ലി ലൈനിലൊക്കെ പോണ പോലെ. ഇതിലാണെങ്കിലും ഇപ്പൊ സൂര്യപുത്രൻ എല്ലാത്തിലും ലളിത ചേച്ചി, ഇന്നസെന്റ് ഏട്ടൻ, ഇവരുടെ കൂടെ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് പലരും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതും ക്ലോസ് ആയിട്ട് ചെയ്യാൻ പറ്റി. എന്താ അന്ന് അവരൊക്കെ തന്നിരുന്നൊരു മെസ്സേജ്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി? ലളിത ആൻറ്റി എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. അതായത് ഇപ്പോൾ ഒരു കോസ്റ്റ്യൂം ആണെങ്കിൽ തന്നെ ഇപ്പം നമുക്കത് അൺകംഫർട്ടബിൾ ആണെങ്കിൽ, അതായത് ഞാൻ പറയുന്നത് ജസ്റ്റ് നോട്ട് ബിക്കോസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതല്ല. ഇപ്പോൾ കുറച്ച് ടൈറ്റാണ്, നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ അത് പോയി പറഞ്ഞത് ശരിയാക്കത്, എല്ലാവരോടും പറയാം. അല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്നിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നത് ബാഡ് ആവും, കാരണം നമ്മളുടെ മൂവ്മെന്റ് ബ്ലോക്ക്ഡ് ആയിട്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഉള്ളത് ഒരു കാര്യം. പിന്നെ രണ്ടാമത് റിയാക്ട് ചെയ്യരുത്, റെസ്പോണ്ട് ചെയ്താൽ മതി എന്നുള്ളത്. അതായത് ഇപ്പം എന്ത് കാര്യമാണെങ്കിലും ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും റിയാക്ട് ചെയ്യണ്ട, ജസ്റ്റ് റെസ്പോണ്ട് ടു ഇറ്റ്. റെസ്പോണ്ട് ചെയ്യാൻ തോന്നിയാൽ റെസ്പോണ്ട് ചെയ്തോ, റെസ്പോണ്ട് ചെയ്യാൻ തോന്നിയില്ലേ റെസ്പോണ്ട് ചെയ്യണ്ട, റിയാക്റ്റും ചെയ്യണ്ട. അങ്ങനെ. പിന്നെ ഇന്നസെൻ്റ് അങ്കിള് ആക്ച്വലി ഒരുപാട് നാളുകൾ അമേരിക്കയിലായിട്ടും കുറച്ചൊക്കെ കമ്മ്യൂണിക്കേഷൻ ഇടയ്ക്കൊക്കെ എങ്ങനെയൊക്കെയോ സംഭവിച്ചിരുന്നു. അപ്പം ഇങ്ങനെ ധൈര്യമായിട്ട് ഇരിക്കണം, സന്തോഷമല്ലേ, നിനക്ക് സന്തോഷമല്ലേ, അതാണ് ഏറ്റവും പ്രധാനം, സന്തോഷമായിട്ടിരിക്കുക, അങ്ങോട്ട് ജീവിക്കുക. നമ്മളായിട്ടുള്ള തീരുമാനിച്ചതല്ലല്ലോ, തീരുമാനിച്ച പോലെ നമ്മൾ ജീവിക്കണില്ല, നമ്മൾ നമ്മുടെ തീരുമാനത്തിനല്ല, ദൈവമാണ് തീരുമാനിച്ചിരിക്കുന്നത്, അപ്പം നമ്മൾ ജീവിക്കുക അങ്ങനെ. സോ ഭയങ്കര പോസിറ്റീവായിട്ടാണ് അങ്കിള് സംസാരിക്കും. ഞാൻ ആക്ച്വലി അങ്ങനെ ഓരോ പടങ്ങളും എടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പോയാൽ ഇവരാരും ഇല്ലല്ലോ എന്നുള്ളതിൽ നമ്മൾ ബോധേഡായി പോകും. അത്രയ്ക്ക് പോസിറ്റീവായിട്ടുള്ള ആളുകളായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇല്ലില്ല, എനിക്ക് തോന്നുന്നു കൽപ്പന ചേച്ചിയൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമേരിക്കയിൽ വന്നു. അപ്പോൾ ചേച്ചിയുടെ കൂടെ ഞാനൊരു ഷോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് എൻ്റെ അമേരിക്കയിൽ ഞാൻ ഏത് സിറ്റിയിലാണ് ഞങ്ങളൊരു ടൂർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചേച്ചി ഹ്യൂസ്റ്റണിൽ വന്നു. നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ചേച്ചി ട്രൂപ്പിലുണ്ടെന്നുള്ള പോസ്റ്റ് വഴി എനിക്കറിയാം. ഇതാണ് ദിവ്യ ഉള്ള സിറ്റി എന്ന് ചേച്ചിക്കും അറിയാം. ചേച്ചി നേരെ ഇവിടെ നമ്മുടെ ദിവ്യ കുട്ടനുണ്ട്, എടാ നീ ഇവിടെ ഉണ്ടോ ചേച്ചി സ്റ്റേജിൽ? ചേച്ചിക്ക് ഷുവറാണ് ഞാൻ അവിടെ ഓഡിയൻസിൻ്റെ ഇടയിലുണ്ട്. എടാ നീ ബാക്ക് സ്റ്റേജിൽ വന്നില്ലല്ലോ, നീ ഇവിടെ ഉണ്ടോ, നീ വരണേ, ഇപ്പോൾ വരുമോ, നീ പ്രോഗ്രാമിന് മുമ്പ് വരുന്ന ഇങ്ങനെ വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് എന്നോടുള്ള കോൺവെർസേഷൻ. അപ്പോൾ എല്ലാവരും എന്നോട് വന്നിട്ട് ചോദിച്ചു എന്താ പോവാൻ, എന്താ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നേ പറഞ്ഞിട്ടില്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. സോ അങ്ങനെ എവറി ഡേ കോൺവെർസേഷൻസ് ഒന്നുമില്ല. കണ്ടു സംസാരിച്ചു. ബിക്കോസ് അതിന് കുറച്ച് നാളുകൾ മുമ്പ് നമ്മൾ ചെയ്തതാണ് US ടൂറ്. എടാ നീ ഞാൻ ചോദിച്ചു എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കാഷ്വൽ ആയിട്ട്. സോ അത്രയും ചേർത്ത് പിടിച്ചിട്ടുള്ളവരായിരുന്നു. സോ ആ മൂവിയിൽ ഹനീഫ ആകാശഗംഗയെ പറ്റി പറയുകയാണെങ്കിൽ അതിലെ ഒരു ഫ്രെയിം ഈയിടെ എപ്പോഴും ഒരു ഗ്രൂപ്പ് ഫോട്ടോ, ഒരു ഫുൾ യൂണിറ്റ് ഫോട്ടോ കുറച്ചിങ്ങനെ സർക്കുലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നോക്കുമ്പോൾ അത് നോക്കിയിട്ട് എനിക്കിങ്ങനെ മനസ്സ് വിഷമം വരുമായിരുന്നു. ലൈക്ക് ആരും നോബഡി ഈസ് ദെയർ. ആകാശഗംഗ പറഞ്ഞപ്പോൾ ഫൈനലി അതോടെ ചോദിക്കാന്ന് വെച്ചാൽ, കാരണം മലയാള സിനിമയിലെ പ്രേതങ്ങളിൽ ഒരാളാണ്. നമ്മൾ എല്ലാ നടിമാർക്കും അവസരം കിട്ടില്ല, മാത്രമല്ല ഓർത്തിരിക്കുന്ന നമുക്ക് അത് വർഷത്തിൽ ഒന്നുപോലും ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ ഈ പ്രേത സിനിമകൾ. ആകാശഗംഗയൊക്കെ പിന്നെ പറയണ്ട, എല്ലാവരുടെയും മെമ്മറിയിലുള്ളതാണ്. അങ്ങനെ റോള് ചെയ്യുന്നത് ശരിക്കും നമുക്ക് റെഫറൻസ് ഒന്നും ഇല്ലല്ലോ ഇതിന്. അതും വിനയനങ്ങളുടെ മനസ്സിൽ തോന്നി നല്ല യക്ഷിയായിരിക്കും. സോ ഒരു മൂവി, നല്ലൊരു മൂവി ചെയ്യാം,
ഫുൾ ലെങ്ത് ക്യാരക്ടർ. ഞാൻ പറഞ്ഞു ശരി, യക്ഷിയാണ്. ഞാൻ പറഞ്ഞു ഓ ശരി. ഹൊറർ പേടി ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയുള്ള ആളല്ല. എനിക്ക് ആക്ച്വലി അങ്ങനത്തെ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണ് ചെറുപ്പം തൊട്ടേ. പ്രേത കഥകൾ, ഈ ശ്രീകൃഷ്ണ പരുന്തൊക്കെ കുറെ തവണ 10-20-25 തവണ കാണുക, അങ്ങനത്തെയൊക്കെ അങ്ങനത്തെ പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കടത്തനാടൻ അമ്പാടി പൊന്നാപുരകോട്ട, അത് പ്രേതമല്ല, പക്ഷെ അങ്ങനത്തെ നാഗമടത്ത് തമ്പുരാട്ടിയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു എന്റെ. കുറച്ച് മാജിക് ഒക്കെ ഉള്ള സിനിമകൾ. അതുകൊണ്ട് അത് എളുപ്പമായിരുന്നു ചെയ്യാൻ. വലിയ എളുപ്പമൊന്നുമല്ല, അവരുടെ വിഷനില് ലെൻസ് ഒക്കെ ഇട്ടു, കുറെ പ്രൊപ്പല്ലറിന്റെ മുമ്പിൽ പോയി ചിരിച്ചു, അങ്ങനെ എന്തായാലും ചിരിക്കാനായിട്ട് പഠിച്ചു. അങ്ങനെ. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പം മൃദംഗനാഥത്തിന് എല്ലാവിധ ആശംസകളും. ഞങ്ങൾക്കും ഒരു സിനിമയിലൂടെ വീണ്ടും കാണട്ടെ, നല്ലൊരു സിനിമയിലൂടെ ചേച്ചിയുടെ കംബാക്ക് എന്നൊന്നും പറയില്ല, അടുത്തൊരു സിനിമ ആഗ്രഹിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.